അങ്ങനെ നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി നേടിയിരിക്കുകയാണ്. ധോണിയാണ് ഇന്ത്യക്ക് അവസാനമായി കപ്പ് നേടിത്തന്നത്. അതിനുശേഷം ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫി ലഭിച്ചിട്ടില്ല. ഇപ്പോഴിതാ രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഇന്ത്യ ന്യൂസിലൻഡിനെ തോൽപ്പിച്ച് കപ്പ് നേടിയിരിക്കുകയാണ്. ഇന്ന് കളി തോറ്റ ശേഷം ന്യൂസിലൻഡ് താരം രവീന്ദ്ര പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസിലൻഡ് അങ്ങനെ അവസാനം പരാജയം സമ്മതിച്ചിരിക്കുകയാണ്. ഇന്ന് കളി തോറ്റ ശേഷം രവീന്ദ്ര പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഇന്നത്തെ മാച്ച് ജയിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഞങ്ങൾക്ക് അടിപതറി. ബാറ്റിങ്ങിലാണ് ഞങ്ങൾക്ക് ഇന്ന് പിഴച്ചത്. ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ 300+ റൺസ് ആവശ്യമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അത് നേടാൻ സാധിച്ചില്ല. ഇന്ത്യ മികച്ചൊരു ടീമാണ്. അവർക്കെതിരെ ജയിക്കാൻ സാധിക്കില്ലെന്നത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. എങ്കിലും ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി ഇന്ന് പുറത്തെടുത്തു. വേറെ ഏതൊരു ടീമായാലും ഫൈനലിൽ ഞങ്ങൾ ജയിച്ചേനെ. പക്ഷേ ഇന്ത്യ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. അത്രയും നല്ല രീതിയിലാണ് ഇന്ത്യ കളിക്കുന്നത്. ഇന്ത്യക്ക് ഇതുപോലത്തെ മികച്ച ബൗളിംഗ് എവിടെ നിന്ന് ലഭിച്ചുവെന്ന് ഞങ്ങൾക്ക് വ്യക്തമല്ല. മറ്റൊരു ടീമിനെതിരെ കളിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല റൺസ് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യക്കെതിരെ വരുമ്പോൾ ഞങ്ങൾ അടിപതറുന്നു. ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി കിട്ടാൻ ഏറ്റവും കൂടുതൽ അർഹത ഇന്ത്യക്ക് തന്നെയാണ്. ഇവരത് കളിച്ച് നേടിയ വിജയമാണ്. അതുകൊണ്ട് കളി ജയിച്ച ഇന്ത്യക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. വരാൻ പോകുന്ന ടൂർണമെന്റുകളിൽ മികച്ച കളി പുറത്തെടുക്കുമെന്ന് രവീന്ദ്ര വ്യക്തമാക്കി. ഇന്ത്യൻ വംശജനായ രവീന്ദ്രയ്ക്ക് വരെ കാര്യം മനസ്സിലായി. ഇന്ത്യൻ ടീം മികച്ചവർ തന്നെയാണ്. അവർ തന്നെ അത് സമ്മതിച്ചിരിക്കുകയാണ്. മറ്റെല്ലാ ടീമിനെതിരെ കളിക്കുമ്പോഴും ന്യൂസിലാൻഡ് മികച്ച കളി പുറത്തെടുക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യക്കെതിരെ അവർക്ക് കളിക്കാൻ സാധിക്കുന്നില്ല. അതിനർത്ഥം ഇന്ത്യൻ ടീം സ്പെഷ്യലാണെന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ബൗളിംഗ്. ഇന്ത്യയുടെ സ്പിൻ കണിക്ക് മുന്നിൽ ആർക്കും തന്നെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ്. 251 റൺസ് മാത്രമേ ന്യൂസിലാൻഡ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഇന്ത്യ മറികടന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.